ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നാളെ നവംബർ 22-ാം തീയതി വെള്ളിയാഴ്ച ഒരുപാട് സിനിമകളാണ് വിവിധ ഭാഷകളിൽ നിന്നായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മലയാളത്തിലെ നാളെ റിലീസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ ബേസിൽ നസ്രിയ കോംബോയുടെ സൂക്ഷ്മദർശിനി എന്ന സിനിമയാണ്. ചിത്രം ഒരു ത്രില്ലർ ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കാം. ഞാൻ കണ്ടത് സാറേ എന്ന സിനിമയാണ് രണ്ടാമതായിട്ട് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ. ഇന്ദ്രജിത്ത്, ബൈജു, സന്തോഷ് തുടങ്ങിയവർ സിനിമയിൽ പ്രധാന റോളുകളിലെത്തുന്നു. പരാക്രമം എന്ന സിനിമയാണ് മൂന്നാമതായിട്ട് നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റൊരു മലയാളം സിനിമ. നാലാമതായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സണ്ണിവേൻ ലുക്മാൻ കോംബോയുടെ ടർക്കിഷ് തർക്കം എന്ന സിനിമയാണ്. ഈ സിനിമകളുടെ മലയാളം സിനിമകളുടെ എല്ലാം തന്നെ അഭിപ്രായങ്ങൾ കേട്ട് കാത്തിരിക്കൂ. ബോളിവുഡിൽ നിന്നും നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അഭിഷേക് ബച്ചൻ നായകനെ എത്തുന്ന ഐ വാണ്ട് ടു ടോക്ക് എന്ന സിനിമയാണ്. ചിത്രത്തിന്റെയും പ്രതികരണങ്ങൾ വരികയാണെങ്കിൽ അത് പ്രേക്ഷകരെ അറിയിക്കുന്നതാണ്. തമിഴിൽ നിന്നും നിറങ്ങൾ മൂണ്ട്ര എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. കാർത്തിക് നരേൻ സംവിധാനം ചെയ്ത സിനിമയിൽ അഥർവ റഹ്മാൻ ഒപ്പം തന്നെ ശരത് കുമാർ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്നു. നാളെ മലയാളത്തിൽ നിന്നും ഒരു സിനിമയുടെ ഓഡിയോ റിലീസ് ആകുകയാണ്. ഉണ്ണിമുകുന്ദൻ നായകനെത്തുന്ന മലയാളത്തിന്റെ അടുത്ത വമ്പൻ വയലൻസ് നിറഞ്ഞ ത്രില്ലർ സിനിമയാണല്ലോ മാർക്കോ. ചിത്രത്തിന്റെ ഓഡിയോ ആണ് നാളെ റിലീസ് ആകുന്നത്. വിടുതലൈ പാർട്ട് 2 ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴ് സിനിമയാണ്. സിനിമയുടെ ഓഡിയോ ട്രെയിലർ ലോഞ്ച് നവംബർ 26-ാം തീയതി ഉണ്ടാകുന്നതാണ്. കാത്തിരിക്കാം സിനിമയുടെ ട്രെയിലർ കാണുവാനായിട്ട്. പുഷ്പയുടെ രണ്ടാം ഭാഗമായ പുഷ്പ ദി റൂൾ എന്ന അല്ലു അർജുൻ നായകനെത്തുന്ന സിനിമയുടെ ട്രെയിലറിന് പിന്നാലെയുള്ള അടുത്ത അപ്ഡേറ്റിംഗ് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിലെ ഗാനത്തിന്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അല്ലു അർജുനും ശ്രീലീലയും നൃത്ത ചുവടുകൾ വയ്ക്കുന്ന കിസിക് ഗാനം, ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഗാനം നവംബർ 24-ന് റിലീസ് ചെയ്യും. തമിഴിൽ നിന്നും കാർത്തിക് നായകനെ എത്തുന്ന അടുത്ത വമ്പൻ സിനിമകളിൽ ഒന്നാണല്ലോ വാവാദിയാർ. സ്റ്റുഡിയോ ഗ്രീൻ നിർമ്മിച്ച് വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ടീസർ കങ്കുവയോടൊപ്പം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ചിത്രം അടുത്ത വർഷം ജനുവരി 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ലാലേട്ടന്റെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത സിനിമകളിലൊന്നായ തുടരും നേരത്തെ ജനുവരി 23-ന് റിലീസ് പ്ലാൻ ചെയ്ത സിനിമയാണല്ലോ. ഇപ്പോഴത്തെ ഒരാഴ്ച കൂടി സിനിമയുടെ റിലീസ് നീട്ടിയിരിക്കുകയാണ്. ബറോസ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്താൽ ഒരു മാസം പോലും സിനിമയ്ക്ക് റൺ കിട്ടില്ല എന്ന കാരണത്താൽ തുടരും എന്ന സിനിമയുടെ റിലീസ് ജനുവരി 30-ലേക്കാണ് നീട്ടിയിരിക്കുന്നത്. ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലാലേട്ടൻ വേഴ്സസ് മമ്മൂക്ക ക്ലാഷ് ബോക്സ് ഓഫീസിൽ വരാനായിട്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ജനുവരിയിൽ ഒരു മമ്മൂട്ടി സിനിമയുടെ റിലീസ് ഉണ്ട് എന്നാണ് വിവരം. അത് ഡൊമിനിക് എന്ന സിനിമയുടെ തന്നെയായിരിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ തുടരും വേഴ്സസ് ഡൊമിനിക് ക്ലാഷ് റിലീസ് തിയേറ്ററുകളിൽ കണ്ടേക്കും. രണ്ട് സിനിമകളുടെയും ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.